Welcome to the channel Exploring Technology. Today we are going to see bank reconciliation with a simple example. Bank reconciliation statement is a statement showing the reasons for the discrepancies between bank account in your records and bankers' records. It is a part of auditing. For example, നമ്മൾ കുറേ ട്രാൻസാക്ഷൻസ് ബാങ്കിലൂടെ നടത്തിയിട്ടുണ്ടാകാം. ആ ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ബാങ്ക് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്ത അതേ ദിവസം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് കരുതുക. 15th January ഡേറ്റ് ഇട്ടാണ് കൊടുത്തത്. ആ ആള് 15th January തന്നെ ബാങ്കിൽ പ്രസന്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ആ 15 Januaryയിൽ നമ്മുടെ അക്കൗണ്ടിൽ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ വ്യക്തി ബാങ്കിൽ 20th തീയതി ആയിരിക്കാം പേയ്മെന്റിന് ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 15th മുതൽ 20th വരെയുള്ള ദിവസങ്ങളിൽ there is a difference in the bank account as per our records and bankers records. Then at the bottom of the screen there will be items like balance as per company books, amounts not reflected in banks and balance as per bank. ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണും. And at the top of the screen there is a column bank date. Enter the date on which the transaction is entered by the banker by verifying the account statement or passbook issued by the bank. അപ്പം ബാങ്ക് റീകൺസിലിയേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് ആവശ്യമാണ്. അപ്പോൾ ഓൺ കംപ്ലീഷൻ ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ബാലൻസ് പെർ കമ്പനി ബുക്കും അതുപോലെ ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സെയിം ആയി മാറും. Okay, so this is the procedure of reconciliation. Then what are the advantages of reconciliation? To ascertain the reasons for discrepancies in the records. നമുക്കൊരു കാരണമുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. To ensure the accuracy of the accounting records. അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ ആക്യുറസി എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. ഓഡിറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഈ ലേറ്റർ ഡേറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ബാക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇനി ബാങ്കിൻ്റെ ഇപ്പം SMS ചാർജ് എന്നൊക്കെ പറഞ്ഞ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള ചാർജസ് ഈടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിൽ. അതൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് ഈക്വൽ ആക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ റീകൺസിലിയേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. JK Enterprises എന്ന കമ്പനി ക്രിയേറ്റ് ചെയ്യുക വിത്ത് ഡേറ്റ് 1/1/2011 and he started his business with rupees 1,50,000. Open necessary accounts, pass the following transactions and then prepare a bank reconciliation statement as on 31/1/2011. ഇതാണ് ട്രാൻസാക്ഷൻസ് അദ്ദേഹം നടത്തിയത്. ഇത് വെച്ച് നമുക്കൊരു റീകൺസിലിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. First of all, we need to create a company. So, Gateway of Tally company info, create company. I want to store my company in D directory, Tally, D Tally. വേണമെങ്കിലും മാറ്റി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. Name of the company is JK Enterprises. മെയിലിംഗ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം, ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം 1/1/2011 ആണ്. ജസ്റ്റ് ചേഞ്ചിങ് 1/1/2011. ബുക്സ് ബിഗിനിങ് ഫ്രം ദ സെയിം ഡേറ്റ്. പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. ബേസിക് കറൻസി ഇൻഫർമേഷൻ ആസ് സച്ച് കൊടുക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1,50,000 ക്യാപിറ്റലുമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാപിറ്റൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഗേറ്റ്വേ ഓഫ് ടാലി അക്കൗണ്ട്സ് ഇൻഫോയിൽ ക്രിയേറ്റ് ലെഡ്ജർ ക്യാപിറ്റൽ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് $1,50,000 ആണ്, അക്സെപ്റ്റ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് 1,00,000 rupees. ഈ ഡേറ്റിനെ പറ്റി നമ്മൾ ബോധേഡല്ല, കാരണം ഈ എഡ്യൂക്കേഷൻ മോഡിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഡേറ്റ് നമുക്ക് കൂടുതൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആകെ 3 ഡേറ്റേ പറ്റുള്ളൂ, 1, 2 പിന്നെ 31 മാസങ്ങളിൽ 31. സോ വി ആർ നോട്ട് ബോധേഡ് അബൌട്ട് ദി ഡേറ്റ്, വി ആർ ജസ്റ്റ് എൻറ്ററിങ് ദ ട്രാൻസാക്ഷൻ. ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ വി നീഡ് ടു ക്രിയേറ്റ് എ ലെഡ്ജർ നെയിംഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല.
നമ്മൾ ഇനി ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ പോവാണ്. ഗേറ്റ് വേ ഓഫ് ടാലിക്കകത്ത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഓർഗനൈസേഷനിൽ നിന്ന് ബാങ്കിലേക്ക് ആണ് ക്യാഷ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺട്ര വൗച്ചറാണ് യൂസ് ചെയ്യുന്നത്. അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പെർട്ടിക്കുലേഴ്സ് ക്യാഷ്. ഓക്കെ, എമൗണ്ട് ഈസ് 1 lakh. It is cash, so denomination enter ചെയ്തു. Yes. Purchased goods from X on credit. Purchased goods ആണ്, so purchase voucher. സാധാരണ ഒരു സ്ക്രീനിലേക്ക് ആക്കാനായിട്ട് Ctrl V പ്രസ് ചെയ്യാം. സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഡേറ്റ് അറിയാമെങ്കിൽ അടിക്കാം. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്രെഡിറ്റിലാണ്. We are going to create a ledger X limited as sundry creditor. For that Alt C പ്രസ് ചെയ്യുന്നു. ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ വന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. സപ്ലയർ ഡീറ്റെയിൽസ്. എമൗണ്ട് 35,000. ഇറ്റ്സ് എ ന്യൂ റെഫറൻസ്. പുതിയതായിട്ട് പർച്ചേസ് ചെയ്താണ്. ബിൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. 101. ഓക്കെ. Amount is that. This is a purchase, so we need to create purchase ledger. So ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പർച്ചേസ് ലെഡ്ജറിൽ ഉണ്ടാക്കാനായിട്ട് പോകാൻ Alt C. ഇവിടെ നമ്മൾ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ് accept. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് ഇഷ്യൂഡ് ചെക്ക് ആണ്. ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പേയ്മെന്റ് ആണ് വൗച്ചർ. ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പെർട്ടിക്കുലേഴ്സ് Alt C പ്രസ് ചെയ്യുന്നു. ഫർണിച്ചർ ഫിക്സ്ഡ് അസറ്റ്സ്. യെസ് 10,000. Check. Instrument number say 7869. You can change the date, but you can't change only to 2. പിന്നെ അല്ലെങ്കിൽ 31. അപ്പോൾ 2 കൊടുക്കണം. നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. Accept. Sales by check and deposited into bank ₹20,000. Sales voucher. സാധാരണ സ്ക്രീനിലേക്ക് Ctrl V. ചെക്ക് നമ്പർ 5456. ബാങ്ക് സേവ്. ക്ലിക്ക് സ്പെസിഫൈ ബാങ്ക് നെയിം. Sales account. So we need to create sales ledger. Alt C. Under sales accounts. Yes. 20,000. Yes. Check issued to X 12,500. Payment voucher. Check ആണ് ഇഷ്യൂ ചെയ്തത് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ് ലിമിറ്റഡിനാണ്. എക്സ് ലിമിറ്റഡ്. എമൗണ്ട് 12,500. Against reference 101. Check ആണ്. So check number, instrument number is check number. So 79986 98. You can change the date. You're not changing. Accept. അടുത്തത് wages paid by check 500. ചെക്ക് വഴിയാണ്. സോ അക്കൗണ്ട് SBI വേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ലെഡ്ജർ. സോ ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. Alt C വേജസ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ്. യെസ് 500. ചെക്ക് നമ്പർ 7567. Date if you want you can change. Direction ഒന്നും കൊടുക്കുന്നില്ല. യെസ്. Commission received by check and deposited into bank.
receipt voucher. By check ആണ്. കമ്മീഷൻ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ലെഡ്ജർ. സോ ഓൾട്ട് സി ലെഡ്ജർ ക്രിയേഷൻ കമ്മീഷൻ. കമ്മീഷൻ 7,000. Instrument number 4356. Yes. Check. Purchased goods by check 15,000. Purchase account ആണ്. സാധാരണ സ്ക്രീനിലേക്ക് കൺട്രോൾ ബി. സപ്ലയർ നമ്പർ ഒന്നും നോക്കുന്നില്ല. Bank of India 15,000. Purchase account. Yes. Sales made and check received 25,000. Sales voucher. സാധാരണ സ്ക്രീനിലേക്ക് കൺട്രോൾ വി. ചെക്കാണ് റിസീവ് ചെയ്തത്. ബാങ്ക് ഓഫ് ഇന്ത്യ 25,000. ചെക്കാണ്. ചെക്ക് നമ്പറാണ്. ഇൻസ്ട്രുമെന്റ് നമ്പർ 3246. കിട്ടിയ ചെക്ക് SBIയുടേതാണെങ്കിൽ നമ്മളിവിടെ ബാങ്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ബാങ്ക്. സ്പെസിഫൈ ബാങ്ക് നെയിം. SBI. Sales account. Accept. Sales made on credit to ABC 27,000. സെയിൽസ് വൗച്ചർ ആണ്. ക്രെഡിറ്റിലാണ്. ABCക്കാണ് നമ്മൾ ക്രെഡിറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾട്ട് സി ഉപയോഗിച്ച് ABC സൺട്രി ഡെറ്റ $27,000. New reference. Geometry. Sales. Accept. Check received from ABC. Check received ആണ്. അപ്പോൾ receipt ആണ്. Account Bank of India. ABC. Amount 27,000. This reference 303. Instrument number 4356. Bank. This is my bank name. Camera. Bank. Accept. Salary paid by check 15,000. Payment ആണ്. Payment voucher. Check ആണ്. Account Bank of India. Salary ledger create ചെയ്യണം. Alt C. Salary under indirect expenses 15,000. Check number 9787. Accept. Rent paid by check 2,000. Payment ആണ്. ചെക്ക് വഴിയാണ്. സോ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. റെന്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി rent under indirect expenses. Rent is 2,000. Check 9976. Yes. Paid to X by check. Payment ആണ്. ചെക്ക് ആണ് പേ ചെയ്തത്. അക്കൗണ്ട് ബാങ്ക് ആണ്. എക്സിനാണ് പേയ്മെന്റ് നടത്തിയത്. എമൗണ്ട് 10,000. Against reference 101. Check. Instrument number, check number. Accept. ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക. ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ബുക്സ്, ക്യാഷ് ഓർ ബാങ്ക് ബുക്സ്.
ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യാം. മന്ത് ജാനുവരി. So these are the transactions we have made. അപ്പോൾ അതിന് നമ്മൾ F5 അല്ലെങ്കിൽ റീകൺസൈൽ ക്ലിക്ക് ചെയ്യാം. സോ യു ക്യാൻ സീ ബാലൻസ് ആസ് പെർ കമ്പനി, ബുക്സ് ആൻഡ് അമൗണ്ട്സ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ബാങ്ക് ആൻഡ് ബാലൻസ് ആസ് പെർ ബാങ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ബാങ്ക് ഡേറ്റ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. ഈ കോളത്തിൽ നമ്മുടെ കയ്യിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ ആ പാസ്ബുക്ക് നോക്കിയിട്ട് ഏത് ദിവസമാണ് ഈ അക്കൗണ്ട് ബാങ്കിൽ വന്നത് എന്നുള്ളത് നോക്കി നമ്മൾ ഇതിനകത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഇവിടെ ബാലൻസ് ഇത് രണ്ടും സെയിം ആയിരിക്കും. ബാങ്കിൻ്റെയും നമ്മുടെ അക്കൗണ്ടും സെയിം ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് ഡേറ്റ് അതേ ഡേറ്റ് തന്നെ കൊടുക്കുകയാണ്, 1/1/2011. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിഫറൻസ് അത് കുറയുന്നത് കാണാം. ദെൻ ഫേർണിച്ചർ എഗെയിൻ അത് ചെക്കായിരുന്നു, അതും ഞാൻ 2/1/11 കൊടുക്കുന്നു. സോ അഗെയിൻ you can see the difference here. Then sales account. അങ്ങനെ ബാങ്ക് ഡേറ്റ് എല്ലാം നമുക്ക് പാസ്ബുക്ക് നോക്കി കൃത്യമായിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയും വരെ നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പം ആ എക്സ് ലിമിറ്റഡ് അദ്ദേഹം ചെക്ക് ബാങ്കിൽ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പാസ്ബുക്ക് പ്രകാരം ഈ ഒരു 10,000 ആണ് ഇപ്പോൾ ബാലൻസ് നിൽക്കുന്നത്. അത് ഇദ്ദേഹം അവിടെ മാറാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൃത്യം ഇൻഫർമേഷനാണ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതും ഇദ്ദേഹം അന്ന് 2/1 തന്നെ അടച്ചു എന്ന് വിചാരിക്കുക, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ യു ക്യാൻ സീ നമ്മുടെ എല്ലാം ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്.